ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു സുപ്രഭാതം. ഞാനിന്ന് ഒരു സ്പെഷ്യൽ ചായയാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ തരുന്നത്. അതായത് നോക്കൂ, 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം, ഗ്ലാസ് അല്ല കപ്പ്, 2 കപ്പ് വെള്ളം ഇതിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ പാല് കാച്ചാൻ അടുപ്പത്തോട്ട് വയ്ക്കുകയാണ്. ഇവിടെ ഫാൻ കറങ്ങുന്നതുകൊണ്ടേ കത്താൻ നോക്കൂ. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നല്ലോണം തിളക്കട്ടെ, രക്ഷയുള്ളൂ നമ്മൾ കേട്ടോ. തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇത് ഇഞ്ചി ഈ ഇഞ്ചി ഒരുപാടായാൽ കൂടുതൽ കേട്ടോ, പാകത്തിന് 2 ഏലക്ക കേട്ടോ, 2 ഏലക്ക. 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഏലക്ക മതി. 2 നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. 1 ഏലക്ക ചതച്ചിട്ടാൽ മതി, ഒന്നും കൂടുതലായ കൂടുതൽ കേട്ടോ. അപ്പോൾ ഇഞ്ചി, ഏലക്ക, ചായപ്പൊടി, കണ്ണന്തേവന കേട്ടോ, പിന്നെ പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് ഇത് വേണ്ടത്. ഇതിപ്പോൾ ചായ ഇടുന്നതിൽ എന്തുവാ ഇത്ര സ്പെഷ്യാലിറ്റി നിൽക്കുന്നുണ്ട്. നമ്മളെന്തും ചെയ്യുന്നത് ഓരോന്നിനും ഓരോ രീതികളുണ്ട് അല്ലേ. ഇപ്പോൾ പാലും വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളച്ചിട്ട് ചായപ്പൊടി ഇട്ടാലും ചായയാണ്. പക്ഷെ രുചി വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഇത് നല്ലൊരു ചായയായിരിക്കും. ഞാൻ അന്നൊരു സംഭവം എന്ന് പറഞ്ഞ പോലെ പ്രഭാതത്തിൽ നമുക്ക് കിട്ടുന്ന ആ ചായ അത് നന്നായിരുന്നാൽ നമുക്ക് അന്ന് മുഴുവൻ ഒരു സന്തോഷവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചായ ഇടുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചുണ്ട്. ചായയുടെ കൂടെ ഞാൻ പറയാമല്ലോ, കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. കൊഴുക്കട്ടയ്ക്ക് പിന്നെ കൊഴുക്കട്ടയ്ക്ക് തേങ്ങയും വെല്ലം പാവാക്കിയ വെല്ലമാണ്. തേങ്ങയും വെല്ലവും എല്ലാം കൂടെ, ജീരകം, ഏലക്ക ഇത്രയും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് അരിമാവും അതിനകത്ത് നമ്മൾ അരിമാവ് തിളച്ച വെള്ളത്തിൽ നമ്മൾ അരിമാവ് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അരിമാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ടീച്ചർ രാവിലെ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്താണ്ടോ നിങ്ങൾ. ഇനി ഇത് കയ്യെ പരത്തി ആ പാകത്തിന് പരത്തി കൈയുടെ നടുക്ക് വെച്ച് പരത്തി ആവി പുഴുങ്ങിയെടുത്താൽ മതി. എന്നപ്പോൾ പിന്നെ കൊഴുക്കട്ടയാണ് രാവിലെ മധുരം വെച്ച കൊഴുക്കട്ട. ടീച്ചർക്ക് കൊഴുക്കട്ടയൊന്നുമല്ല, ടീച്ചർക്ക് മധുരം വെച്ച കൊഴുക്കട്ടയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പാല് തിളയ്ക്കുന്നു, പാല് ഇത്തിരി ഏറെ നേരം തിളയ്ക്കണം ടീച്ചർക്ക്. അതുകൊണ്ട് ഞാൻ ഈ ഇഞ്ചി ഈ ഏലക്കായും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരട്ടെ ഇടികല്ലിലിട്ട്. ഇനി അത് ഇതിനകത്തേക്ക് ഇട്ടു. ഇഞ്ചി ഏലക്കായും കൂടെ അതിനകത്തേക്ക് ഇട്ടു. ഇനി അത് കിടന്ന് ഒന്നുകൂടെ നല്ലോണം തിളയ്ക്കട്ടെ. പാല് തിളച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ തിരി ഒന്ന് താത്ത് വെച്ചിരിക്കുക. എന്താ അറിയോ, കുറച്ചും കൂടെ ഒന്ന് തിളയ്ക്കണം. അതായത് പാലൊക്കെ എവിടുന്നെല്ലാം കൊണ്ടിരുന്ന പശുവിൻ്റെ പശുവിനെ കറക്കുമ്പോൾ അവിട്ടിൽ നിന്ന് മുതലേ അവർ നല്ലോണം അവിടെയൊക്കെ കഴിയുമെങ്കിൽ പോലും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ അണുക്കൾ ഉണ്ടാകാറുണ്ട്.
പിന്നെ എത്ര കൈ മറിഞ്ഞിട്ടാണ് ഇത് മിൽമയെ കേട്ടോ, മിൽമപ്പാൽ എത്തുന്നത്. അപ്പം അതുകൊണ്ട് ആ ഏത് പാൽ, നമ്മൾ വീട്ടിലെ പാലായാലും കറക്കുന്ന പാലായാലും ശരി, നല്ലോണം തിളച്ച് ഒന്ന് കൊടുക്കണം. ഇനി എന്താ, ഏലക്കായും ഇഞ്ചിയും കൂടെ കിടന്ന് ചായ തിളയ്ക്കാണ്. അതൊന്നുകൂടെ നല്ലോണം അതൊന്ന് തിളക്കട്ടിരുന്നു കൂടെ. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമല്ലേ, എന്താ ഒരുപാട് പൊടി വേണ്ട, ഒരുപാട് തരി അല്ലാത്ത ചായപ്പൊടിയാണ്. ഇതാ 2 സ്പൂൺ ചായപ്പൊടി ഇട്ടാൽ 2 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ ഇട്ട് കളയരുത്. 2 ടീസ്പൂൺ ചായപ്പൊടി. എന്തും കൂടുതലായാൽ കൊള്ളുകയില്ല, കുറഞ്ഞാലും കൊള്ളുകയില്ല. പാചകത്തിന് എന്തിനും അതും ഒരു ആർട്ടാണ്, കുക്കിങ് ഒരു ആർട്ടാണ്. എന്തും പോലെ ഉദാഹരണം എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു നാട് ഭരിക്കുക ഒരു വീട് ഭരിക്കാൻ പാടാണ്. നിസ്സാരമായിട്ട് തോന്നാം, പക്ഷേ പാടാണ്, പ്രത്യേകിച്ച് വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് കിടന്നൊന്ന് തിളച്ച് കുറുകട്ടെ. കുറുക എന്ന് പറഞ്ഞാൽ ഈ ഏലക്കായും ഇത് പൊടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ഏലക്കായും ഇഞ്ചി ഉള്ളത് കൊണ്ടാണ് ഒന്നുകൂടെ തിളച്ച് കുറുകട്ടെ. മതി. ഇതാ ഇനി ഇത് നമുക്ക് വാങ്ങാം. ഇനി പാലും നമുക്ക് ഓഫാക്കാം കേട്ടോ, ഓഫാക്കാം. ഇനി ഇതിന് നമുക്ക് പാല്, ഇതിപ്പോൾ 2 ഗ്ലാസ് വെള്ളമല്ലേ, തിളച്ചപ്പോൾ ഒരു 1/4 ഗ്ലാസ് കുറഞ്ഞിട്ടുണ്ട്, 1.25 ഗ്ലാസ്. അതിലേക്ക് ഇനി നോക്കൂ, ഒരു 2 ഗ്ലാസ് പാലിന് ഒരു 3/4 ഗ്ലാസ്, 2 കപ്പ് പാലിന് 2 കപ്പ് ചായ വെള്ളത്തിന് ഒരു 3/4 കപ്പ് പാല്. ഇതാ 3/4 കപ്പ് പാല് മതി, ഒരുപാടായിക്കൊള്ളില്ല. പാല് കൂടിപ്പോയാലുണ്ടല്ലോ പാലിൻ്റെ രുചി മുന്നിൽ നിൽക്കും. ചായക്ക് ചായയുടെ രുചിയാണ്, പാലിൻ്റെ രുചി അല്ല വേണ്ടോ. നോക്കൂ, അതിനെ ഞാൻ ഇതിലോട്ട് അരിച്ചൊഴിക്കാം. നമ്മുടെ കപ്പിലോട്ട് അരിച്ചൊഴിച്ചു. ഇനി ഈ ചായ വെള്ളത്തിന് നമുക്ക്, ഈ തേയില വെള്ളത്തിന് നമുക്ക് ഇതാ ഈ പാലിലേക്ക് ഒഴിക്കാം. ഇനി ഈ ചായ ഇങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കരിഞ്ഞുപോയി കാലവും പ്രണയമുറ്റി കുടിച്ചു രൗദ്രങ്ങളും പിറകിലാരോ വിളിപ്പതായി തോന്നിയോ, പ്രണയം അരുതന്നുരഞ്ഞതായി തോന്നിയോ, പ്രണയം അരുതന്നുരഞ്ഞതായി തോന്നിയോ. പ്രേമിക്കുമ്പോ അങ്ങനെയാണല്ലോ, പ്രകൃതി ആരോ വിളിക്കുന്ന പോലെ തോന്നും. അതായത് വിലക്കുന്നുണ്ടാവും വീട്ടുകാര്, തോന്നലല്ല വിലക്കും. അതാണ് പറയുന്നത്. പിറകിൽ നിന്ന് ആരോ വിളിച്ചതായി തോന്നുന്നു, പ്രണയം അരുതെന്നുരച്ചതായി തോന്നുന്നു. അതൊക്കെ അന്നത്തെ രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു അല്ലേ. ഇനി ഈ ചായ കഴിഞ്ഞപ്പോൾ ചായ മാഷ് കട്ടൻ കാപ്പിയും കുടിച്ച ചെറുത് പേപ്പർ വായിക്കുകയാണ്. അപ്പം ഈ ചായ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഈ അരിമാവും ഈ വെല്ലപ്പാവും കൂടെ, വെല്ലം പാവാക്കിയിട്ടില്ലേ, വെല്ലം പാവാക്കി അതിനകത്ത് മധുരമൊക്കെ നാളികേരവും ജീരകവും ഏലക്കായും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അത് പരത്തിയിട്ട് അടുപ്പ് വെച്ച് തുരുട്ടി ഇഡലി ചെമ്പിൽ വെച്ച്, ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കും. ഈ ചായ ഊറ്റുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ കപ്പിൽ മുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടോ, അപ്പൊ പതഞ്ഞു പൊതിയ കണ്ടോ, കപ്പിൽ ഇങ്ങനെ മുട്ടിച്ചോണ്ട് ചായ ഊറ്റണം. ഇങ്ങനെ കപ്പിൻ്റെ
ഇവിടുന്ന് മുകളിലോട്ട് പോകണം. പതഞ്ഞ ചായക്ക് ഒരു പ്രത്യേക രുചിയ കേട്ടോ. ഉണ്ടോ? ഇത് വി എം മാഷൊക്കെ, ഇത് സരസ്വതി ടീച്ചറൊക്കെ. ഇത് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. അപ്പൊ ഇന്നത്തെ പ്രഭാതം ഇഞ്ചി ഏലക്ക ഇട്ടുള്ള സ്പെഷ്യൽ ചായയാണ്. എല്ലാവർക്കും ചായ തരുന്നു. ഒരു സുപ്രഭാതം. ഇനി ഇതൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ദിനചര്യകള്. അതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച മാഷ് കൊടുക്കട്ടെ. മാഷേ ചായ. നമ്മൾ രണ്ടാളല്ലേ ഉള്ളു ഇവിടെ. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ കൊണ്ടുപോകണ്ടേ. അതാണ് ഈ ലാഗ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച 94-95 ബാച്ചിലെ കുട്ടികൾ, SSLC ബാച്ചിലെ കുട്ടികൾ, അവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അതിൽ കുട്ടികൾ വന്നു. നേരത്തെ വന്നവർ പറഞ്ഞിട്ട് പോയി. പിന്നെ ദിവസവും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും. അന്ന് രാവിലെ കുറേ പ്രാവശ്യം വിളിച്ചു. ഞാൻ സാധാരണ ഞാൻ ഒഴിവാകുന്നതല്ല, പക്ഷെ കഴിഞ്ഞ 1-2 പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല. ഹോസ്പിറ്റൽ പരിപാടിയൊക്കെ ആയിരുന്നു, അറിയാമല്ലോ. അന്നൊന്നും ഞാൻ പറയുകയില്ല, വയ്യാതെ പറയണ്ടല്ലോ. അങ്ങനെ കുട്ടികളുടെ കൂടെ കുട്ടികൾ വന്ന് ഒരു 9:30 ആയപ്പോൾ അവർ വന്ന് കൊണ്ടുപോയി. ഇവിടെ വന്നവർ സ്കൂളിലേക്ക് കൊണ്ടുപോയി. ദൈവമേ, എന്താ കുഞ്ഞുങ്ങളല്ല, അവരൊക്കെ 10-48 വയസ്സൊക്കെ ഉള്ളവരല്ലേ. 48 വയസ്സിന് മുകളിലുള്ളവരല്ലേ. ഈ കുട്ടികളുടെ ഒരു സ്നേഹം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അന്നേരമൊക്കെ നമുക്ക് തോന്നും നമ്മളൊരു ടീച്ചിങ്ങിനേക്കാട്ടി വലിയൊരു ജോബില്ലെന്ന്. ഏറ്റവും നല്ലൊരു ആദരണീയമായ ജോലിയാണ് ടീച്ചിങ്, അല്ലേ? ഇപ്പം എത്ര വലിയവര്, കളക്ടറായാലും ശരി, പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് വരെ, അവരൊക്കെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നല്ലേ പോയത്. അതല്ലേ മഹാനായ ദി ഗ്രേറ്റ് രാധാകൃഷ്ണൻ പ്രസിഡന്റ്, ഇന്ത്യൻ ഗ്രേറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അവർ, അദ്ദേഹത്തിന്റെ പിറന്നാൾ തന്നെ ടീച്ചേഴ്സ് ഡേ ആയിട്ടാണ് ആഘോഷിച്ചത്. ഇപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായ ഒരു സന്തോഷം, കൂട്ടുകാരെ പറഞ്ഞറിയിക്കാൻ വേണ്ടി. നിങ്ങൾ ഒരുപാട് പേര് ഇത് അനുഭവിച്ചിട്ടുള്ളവരാണല്ലോ. കുട്ടികളുടെ പുനഃസമാഗമവും അവർ വന്ന് കൊണ്ടുപോകുന്നതും അവിടെ നമുക്ക് കിട്ടുന്ന ആദരവും. എന്താ, അവർക്ക് എത്ര ആദരിച്ചിട്ടും മതിയായിട്ടില്ല. എന്തൊക്കെയാ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു വിളിച്ചപ്പോഴേ കുട്ടികളെ പൊന്നാട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം മതി, നിങ്ങൾ പൈസയൊക്കെ മുടക്കി ഒരുപാട് അതും ഇതൊന്നും വാങ്ങരുത് എന്ന് പറഞ്ഞു. അവിടെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 2-3 ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കത് വേണ്ട കേട്ടോ. ഞങ്ങൾ ഊണ് കഴിക്കുന്നതിനും പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് കൊണ്ടോളാം മക്കളെ, നിങ്ങൾ ചായ വല്ലതും തരുന്നു കഴിച്ചിട്ടുണ്ട്. കുട്ടികൾ സമ്മതിച്ചില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു. നല്ല സദ്യ ഞങ്ങൾക്കൊരു 10 പേർക്ക്, കുട്ടികളിലും ചിലരും അത് കഴിക്കാത്തവരുണ്ടായി ചിക്കൻ ബിരിയാണി. 10 പേർക്ക് നല്ല അസല സദ്യ. ഈ സ്വാഗതം എന്നും പറഞ്ഞ് ഇവിടെ നല്ല കാറ്ററിംഗ് ഉണ്ട്. സ്വാഗതിലെ ഹരിയെ ഞാൻ പഠിപ്പിച്ച എൻ്റെ ശിഷ്യൻ്റെയാണത്. നല്ല സദ്യ അവരുടെ, അസൽ സദ്യ. ഊണൊക്കെ കഴിഞ്ഞ് ഒരു മൊമെൻ്റൊക്കെ തന്നിട്ട് ഞങ്ങളുടെ ഇവിടെ കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് വിട്ടു. അപ്പോൾ എത്ര വർഷം, 30 കൊല്ലമായില്ലേ, 30 കൊല്ലം മുമ്പത്തെ കുട്ടികളെ കാണാൻ പറ്റി. അവർ സകുടുംബമാണ് വന്നിരുന്നത്. അതൊരു വലിയ സന്തോഷം. അവരുടെ പാർട്ട്നേഴ്സിനെ കാണാൻ പറ്റി, അവരുടെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് സന്തോഷം കഴിഞ്ഞൊരു ആഴ്ച ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച അത് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് കുട്ടികൾ. ടീച്ചർ ഞങ്ങൾ അയച്ചു തരാൻ, ടീച്ചറെ യൂട്യൂബ് ചാനൽ ഇടണേ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ ഞാനത് നിങ്ങളോട് ആ സന്തോഷത്തിൽ സന്തോഷം പങ്കിടുന്നു. അയ്യോ, മക്കളെ അവർ കാല് പിടിക്കുന്നു, തൊഴുന്നു, മക്കളെ കൊണ്ടൊക്കെ കാല് പിടിപ്പിക്കുന്നു, തൊഴിക്കുന്നു, തലയെ കൈവച്ച് അനുഗ്രഹിക്കും ടീച്ചറെ എന്ന് എന്നോട് മാത്രമല്ല, ഞങ്ങൾ 5-6 ടീച്ചേഴ്സല്ലേ, ഞങ്ങളിപ്പോൾ കുറച്ച് ടീച്ചേഴ്സേ ഉള്ളൂ. എല്ലാവരോടും പിന്നെ ടീച്ചർക്കൊക്കെ ക്ലാസ്സിലിരിക്കുന്ന പോലെ ഒരു ഫീലിങ്സ് വേണം,
ടീച്ചർ 4 പേര് കവിത എഴുതണമെന്നൊക്കെ പറഞ്ഞ് ചൊല്ലി. ഞാനങ്ങനെ തയ്യാറെടുത്തൊന്നും പോയതല്ല, എനിക്ക് തയ്യാറെടുപ്പൊന്നുമില്ല, അപ്പോഴപ്പോൾ വരുന്നത് ആണല്ലോ. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച. അത് കഴിഞ്ഞോട്ടുള്ള എല്ലാ ദിവസങ്ങളും എൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രത്യേക കുളിർമയാണ്. ആലോചിച്ച് നോക്കാം, ഏത് ജോലിയും റിട്ടയർ ചെയ്യുന്നതോടെ കഴിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദർ IG ആയിരുന്നു, IG ബാബുരാജ്. അവരൊക്കെ പറയും, ചേച്ചി ഞങ്ങൾ സർവീസിലിരിക്കുമ്പോഴേ ഉള്ളൂ ഞങ്ങളുടെ ഈ പ്രാഗൽഭ്യമൊക്കെ, ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഞങ്ങളെ ഒരു വിലയില്ല, നല്ല വിരോധവും കൂടെ ആയിരിക്കും. നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും പഠിപ്പിച്ച കുട്ടികൾക്ക് നമ്മൾ ടീച്ചറാണ് അല്ലേ? അതെന്തൊരു സന്തോഷകരമായൊരു അവസ്ഥയാണ്. എനിക്ക് കുട്ടിക്കാലം പോലെ കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് ടീച്ചറാകാൻ ഇഷ്ടം. നമുക്കൊരു അത്രയ്ക്ക് ടീച്ചർ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ കുടുംബം ഒരു ടീച്ചേഴ്സ് ഫാമിലിയാണ്. എൻ്റെ അമ്മയുടെ ചേച്ചി ടീച്ചറാണ് ആയിരുന്നു, എൻ്റെ അമ്മയുടെ അനിയത്തി ടീച്ചറായിരുന്നു, എൻ്റെ അമ്മായിമാരും അമ്മാവന്മാരും ഒക്കെ അധ്യാപകരായിരുന്നു. ഞാൻ ഇത് കണ്ടു വളർന്നപ്പോൾ അവർ രാവിലെ പേരമ്മയൊക്കെ ഒന്ന് നേരിയത് കൊടുക്കുന്നത്, അതൊക്കെ കൊടുത്തുള്ള പിന്നെ പോകുന്നതും ഒരു ഇതൊക്കെ തൂക്കി അങ്ങനെ തലമുടിയൊക്കെ അന്നിങ്ങനൊന്നും അഴിച്ചിടാനും പറ്റില്ല. തലമുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ടീച്ചേഴ്സ് പോകാൻ പറ്റുള്ളൂ, ടീച്ചേഴ്സിനെ കട്ടാതി. പിന്നെ അതുപോലെ ചുരിദാർ ഒന്നും ഇട്ട് ടീച്ചേഴ്സ് ഒന്നും പോയില്ല. ഇപ്പം ടീച്ചേഴ്സും കുട്ടികളും ചുരിദാർ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ടീച്ചർ അത് കുട്ടിയായിരുന്നില്ല. ടീച്ചേഴ്സിൻ്റെ വസ്ത്രത്തിൽ പോലും ഒരു റെസ്പെക്റ്റ് കുട്ടികൾക്കും പേരൻസിനും ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പോഴും പഠിപ്പിച്ച കുട്ടികളാണ് അവരുടെ മുഖമൊക്കെ മാറിയില്ലേ, ചായ ഒക്കെ മാറിയില്ലേ, ചായയൊക്കെ. എങ്കിലും നമ്മൾ കുട്ടികളാണെന്ന് നമ്മൾ പഠിപ്പിച്ച കുട്ടിയാണെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ദൂരേന്ന് വരുമ്പോഴേ എത്ര പ്രായമുള്ളവരായാലും അവർ മുണ്ടിൻ്റെ കുത്ത് അഴിച്ച് ഭവ്യതയോടെ നിൽക്കും. അപ്പം നമുക്കറിയാം നമ്മൾ പഠിപ്പിച്ച കുട്ടിയാണ്. അല്ല അവരുടെ മുഖമൊന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു റെസ്പെക്റ്റ് കിട്ടിയിരുന്ന കാലഘട്ടമായിരുന്നു അന്ന് ടീച്ചേഴ്സിൻ്റെ. ആ ബഹുമാനവും എല്ലാം ആദരവും ഒക്കെ ഏറ്റുവാങ്ങിയവരാണ് പണ്ടത്തെ ടീച്ചേഴ്സ്. ഇപ്പോഴത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പണ്ട് ഇതുപോലെ ശമ്പളമില്ലല്ലോ, വളരെ തുച്ഛമായ ശമ്പളമാണ്. എൻ്റെ അമ്മയുടെ ചേച്ചിയൊക്കെ 6 രൂപ ശമ്പളത്തിലാണ് ആദ്യം പ്രവേശിച്ചു. 6 രൂപ. ഞാൻ ആ സന്ദർഭത്തിൽ ഞാൻ അതിലൊക്കെ വലിയ ശമ്പളത്തിലാണ്. പക്ഷേ ഇപ്പം കിട്ടുന്ന ഏത് ടീച്ചർക്കും പണ്ടത്തെ ഏത് ടീച്ചേഴ്സിനും സീനിയോറിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോഴും എന്തായാലും 45,000 രൂപയെക്കൊണ്ട് ഏത് ടീച്ചർക്കും, UP സ്കൂളിലെ ടീച്ചർക്ക് ഇത്തിരി കുറവായിരിക്കും, ഞങ്ങൾ ഹൈസ്കൂളുകാർക്ക് കിട്ടുന്നുണ്ട്. അതേ സമയത്ത് ഞാൻ റിട്ടയർ ചെയ്യുന്ന കൊല്ലം എനിക്ക് കിട്ടിയത് 13,000 രൂപയാണ് എൻ്റെ സാലറി. എത്ര കുറവാണ്. ഇപ്പം 1 ലക്ഷത്തിനടുത്ത് 1 ലക്ഷത്തിന് മീതെയാണ് ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ സാലറി. അങ്ങനെ അന്ന് ഞാൻ വെറും 1000 രൂപയാണ് കൊടുത്തത് ഈ മാനേജ്മെൻറ്റിൽ, ഹേമാംബിക ദിവസത്തിൽ. ഇന്ന് എത്രയോ ലക്ഷങ്ങളാണ് എന്ന് പറയുന്നത് കിട്ടും. പക്ഷേ ഞാനിങ്ങനെ ചായ ഇടുന്ന സമയത്ത് എൻ്റെ കുട്ടികളെ സ്റ്റുഡൻസിനെ എൻ്റെ മക്കൾ 3 ഹേമാംബിക ഹൈസ്കൂളിലാണ് പഠിച്ചത്. വേറെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ടൊരു കുഴപ്പമുണ്ടായില്ല. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കൂടെ അവരോടൊക്കെയാണ് അവർ ജീവിച്ചതും പഠിച്ചതും എല്ലാം. അപ്പം അങ്ങനെ ആ ഒരു സന്തോഷാനുഭവം ഞാൻ നിങ്ങളോട് പങ്കിട്ടതാണ്. പഴയ കുട്ടികളൊക്കെ കാണാൻ പറ്റി, അവരുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഭാര്യമാരെ ഒക്കെ, അവരുടെ മക്കളെ ഒക്കെ കാണാൻ പറ്റി. എന്തൊരു സന്തോഷമായിരുന്നറിയാമോ? ഞങ്ങൾ നേരത്തെ കുട്ടികളോട് പറഞ്ഞു വെച്ചിരുന്നു, കുട്ടികളെ പൊന്നാടയൊന്നും വേണ്ട കേട്ടോ. കാരണം ഈ പിള്ളേർ പൊന്നാടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷത്തെ പിള്ളേരൊന്നും 72 കുട്ടികൾ വരെ വന്ന് ഞങ്ങളെ കൊണ്ടുപോയി. ഒരു വർഷത്തിൽ 2-3 ഗെറ്റ് ടുഗദർ ഉണ്ടാവും, അല്ലെ 2-3 വേറെ മീറ്റിംഗ് ഉണ്ടാവും. പൊന്നാട പൊന്നാട പൊന്നാട, അത് അവരുടെ ഒരു ആദരമാണ്. എങ്കിൽപ്പോലും പിന്നെ അതുകൊണ്ട് ഒരു യൂസും ഇല്ലല്ലോ. അലമാര നിറയെ എൻ്റെ മാഷയും കൂടെ ചേർത്ത് പൊന്നാടകളാണ്. കുറച്ചൊക്കെ ഞാൻ ഇത്തിരി വലിയ പൊന്നാടയൊക്കെ ഞാൻ ആർക്കെങ്കിലുമൊക്കെ തോളിലിടാനായിട്ട് കൊടുക്കും. നമുക്കത് അതിനോടുള്ള ആദരം ആണ്.
എങ്കിലും അതൊക്കെ അലമാരി കൊണ്ടുകൂടിയിട്ട് എന്താ കാര്യം? അപ്പം പ്രത്യേകം ഞങ്ങൾ പറഞ്ഞിരുന്നു, കുട്ടികളെ പൊന്നാടയൊക്കെ മേടിച്ച് നിങ്ങൾ വെറുതെ ഇതാകണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആദരവും മാത്രം മതി. പ്രത്യേകം പിള്ളേർ പറഞ്ഞു. അവരുണ്ടോ കേൾക്കുന്നു, അവരിതെല്ലാം ചെയ്തു. എന്തോ ഒരു മൊമെൻ്റോ അത് മേടിച്ചു വെച്ചിരുന്നു. ഒരു കുട്ടി ചെയ്തതാണ്, ഒരു കുട്ടി ഉണ്ടാക്കിയ ഒരു ഈ ബോഡി ഫിറ്റിങ്ങിന് എക്സസൈസിനുള്ള ഒരു സാധനമാണ്. നല്ലത്, ഭയങ്കര വെയിറ്റ്. അതിന് നമ്മൾക്ക് എടുത്തോണ്ട് വരേണ്ടി പറഞ്ഞ കുട്ടികൾ അവർ തന്നെ കൊണ്ടുപോകും. കാറിലൂടെ കൊണ്ടുവന്നതെല്ലാം കൂടെ കൊണ്ടുവന്നു. മറ്റേതൊക്കെ എല്ലാം എല്ലാ സാധനങ്ങളുമായിട്ട് അവർ അത് ഒരു പൊക്കയ്ക്കും ഒരു ഇതിൻ്റെ കൂടെ ഒരു എന്താ പിന്നെ ബൊക്കയല്ല, ഒരു ചെണ്ടാണ്, ചെണ്ട. എത്ര രൂപയാണ്, പക്ഷെ അവരുടെ സന്തോഷം. ഇതൊക്കെ ഒരുപാട് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും അല്ല, സ്വഭാവം കൊണ്ട് വലിയ പൊസിഷനില്ല, അല്ലാതെ സാമ്പത്തികമായിട്ട് ഒരു മീഡിയം ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ ഇത്രയും കുട്ടികളെ സംഘടിപ്പിച്ച ഇത്രയും ഒരു പരിപാടിയൊക്കെ നടത്തണമെങ്കിലും വലിയ പാടാണ്. കോഴിക്കോടും കോയമ്പത്തൂരും ഒക്കെയുള്ള കുട്ടികളാണ് വന്നിരിക്കുന്നത്. അപ്പം ഫോണിൽ കൂടെ പറഞ്ഞാലും മതി, അതൊക്കെ ഒരു അതിനുള്ള ഫുഡ്, മറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ചെന്നുടനെ തന്നെ കുടിക്കാൻ വെള്ളം, അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 പ്രാവശ്യം ചായ, ബിസ്ക്കറ്റ്, ഒന്നും പറയണ്ട. അവരുടെ ഒരു ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, അവരുടെ മക്കൾക്കും നല്ല അഭിവൃദ്ധിയും ദീർഘായുസും കൊടുക്കട്ടെ. അപ്പം ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ മക്കളെ വളർത്തുന്നത് ഒരുപാടൊന്നും നേടി വയ്ക്കണ്ട, നിങ്ങൾ ജീവിക്കാതെ ഒന്നും നേടണ്ട. പണ്ടത്തെ കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലത്ത് മക്കളെ 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 എന്ന് പറയും. എൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ അങ്ങ് മക്കൾ നമ്മൾക്ക് മക്കളോട് സ്നേഹമാണ്. പക്ഷെങ്കിൽ നമ്മൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല പച്ചയായ മനുഷ്യരായിട്ട് വളർത്താനാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഹേമാദ്രി സ്കൂളിൽ പഠിച്ച് ഞാൻ പറയാലോ, ഒരു കുട്ടി പോലും സാധാരണക്കാരായ ആൾക്കാരുടെ മക്കളാണ്. പക്ഷേ ഒരു കുട്ടി പോലും സ്വഭാവ ദൂഷ്യത്തിൽ അങ്ങനെ പോയി ഇങ്ങനെ പോയി അല്ലെ വേണ്ടാത്ത അനാശാസ്യങ്ങളിലൊന്നും ഒരു കുട്ടി പോയിട്ടില്ല. നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ് ഇവർ. കൊതുക് വന്നു തുടങ്ങി മേലെ. അപ്പം അങ്ങനെ അവർ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ്, കൂടുതൽ മിനിമം പാല് കൊണ്ടുവരുന്നവരാണ്, മത്സ്യ കച്ചവടക്കാരാണ്, വലിയ വലിയ പൊസിഷനിൽ പോയവരുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാമല്ലോ കൂട്ടുകാരെ, ഈ വലിയ പൊസിഷനിലെത്തിയ ഒത്തിരി പിള്ളേരുണ്ട്, ഒത്തിരി പേരുണ്ട്. വലിയ അവരെയൊക്കെ കഴിഞ്ഞ റെസ്പെക്റ്റും സ്നേഹവും ഈ സാധാരണക്കാരായ ഈ കുഞ്ഞുങ്ങൾക്കാണ്. ഒരു സ്നേഹമായിരുന്നു. ആ സ്നേഹം അനുഭവിച്ചതിൻ്റെ ഒരു ഉഷാറും സന്തോഷവുമാണ് ടീച്ചർക്ക് ഇപ്പോൾ. അത് സംഘടിപ്പിച്ച 3-4 മെയിനായിട്ടുള്ള കുട്ടികളുണ്ട്. ഞാൻ ഒരാളുടെ പേര് പറയുമ്പോൾ മറ്റവർക്കൊക്കെ വിഷമമാവില്ലേ, അത് കാരണം ഞാൻ പറയുന്നില്ല. ആ കുട്ടികളോട് ഞാൻ പ്രത്യേക ഈ അവസരത്തിൽ അവിടെ അന്നും നന്ദി പറഞ്ഞു. അവരോട് പ്രത്യേകം നന്ദി പറയണ്ട, നമ്മുടെ പിള്ളേരെങ്കിലും അല്ലേ. നന്ദി ആരോട് ചൊല്ലണം? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു അല്ലേ? ഭൂമിയിൽ വന്നവതാരമെടുക്കാൻ പാതിമെയ്യായ പിതാവിനോ, പിന്നതിൽ പാതിമെയ്യായ മാതാവിനോടോ, പിന്നെയും ഗർഭപാത്രം മുറിച്ചന്യമായി തീർന്നൊരു പൊക്കിൾ കൊടിയോടോ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു അല്ലേ? ഈ ഭൂമിയിൽ വന്ന് നമ്മളെ അവതരിച്ചതിന് എത്ര പേരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾ നന്ദിയൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ സ്നേഹം മാത്രം പറയുന്നു എന്ന് പറഞ്ഞാണ് ഒന്ന് പിരിഞ്ഞത്. അപ്പോൾ മാഷ് ചായ കുടിക്കുന്നു, ഇങ്ങോട്ടൊന്നും ഇപ്പോൾ വരില്ല. മാഷക്ക് മുഖം കാണിക്കുന്ന ഇഷ്ടമല്ലല്ലോ, അത് കാരണം ഈ ഭാഗത്തേക്കേ ഇനി വരില്ല. ഞാൻ എൻ്റെ ചായ കുടിച്ച് കഴിയാറായി. അതിനിടെ കൂടെ ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ആസ് യൂഷ്വൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ചായ പകർന്നു തന്നുകൊണ്ട് ഞാൻ നിങ്ങളോടുള്ള സ്നേഹം ഈ സുപ്രഭാതത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും സുപ്രഭാതം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെല്ലാവർക്കും സുഖമായിരിക്കട്ടെ. ഈ മന്ത്രത്തിൽ വലിയൊരു മന്ത്രം ഏതാണുള്ളതല്ലേ? അപ്പോൾ എല്ലാവരും നല്ലവരായി മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ആർദ്ര
മധുരമായ മനസ്സോടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് നന്നായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ, മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. താങ്ക് യു സോ മച്ച്.